കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി 22 അധ്യായത്തിലോട്ട് കടക്കുകയാണ്. അബ്രഹാത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 22 അധ്യായത്തിലെ അബ്രഹാത്തിൻ്റെ ബലി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള ഈ അധ്യായം അബ്രഹാത്തിൻ്റെ ഇന്നുവരെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളിൽ പല പരീക്ഷണങ്ങളും അദ്ദേഹം 100% മാർക്കോടുകൂടി വിജയിച്ചു. ദൈവം ആ പരീക്ഷകളെല്ലാം അകമഴിഞ്ഞ് അദ്ദേഹത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും നീതിമാനും ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇന്ന് ദൈവജനമായിട്ട് നമ്മളെയും വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ് ദൈവം. ഇതാണ് നമ്മൾ പിന്തുടരേണ്ടുന്നത്. അതിനാണ് ഈ അധ്യായം നമ്മളെ കൂടുതലും ഇതെല്ലാം വരച്ച് കാണിച്ചിരിക്കുന്നത്. 21 അധ്യായത്തിൽ നമ്മൾ കണ്ടു, വളരെ കാലം ഫിലിസ്തീയരുടെ അതിഥിയായിട്ട് ഫിലിസ്തീയ രാജ്യത്ത് അവിടെ താമസിച്ചിരുന്നു. എങ്കിലും അബ്രഹാത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് തൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തൻ്റെ ദൈവത്തിന് പരിപൂർണമായിട്ടുള്ള ബലി അർപ്പിക്കുന്നതിനും ആരാധനയ്ക്കും അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കാരണം ദൈവം അബ്രഹാത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് അവിടുത്തെ രാജാവും ജനങ്ങളും സേനാനായകനും എല്ലാവരും അബ്രഹാത്തോടെ നേരിട്ട് കണ്ടിയെന്ന് പറയുകയും ദൈവം നയിക്കുന്ന നീയുമായിട്ട് നമുക്ക് ഉടമ്പടി ഉണ്ടാകണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നു. അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു, ഒരു ഭിന്നതയില്ലായിരുന്നു, ഭിന്ന ചിന്തകളുമില്ലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നതെല്ലാം മാറി. എന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണത്? അബ്രഹാത്തിൻ്റെ ജീവിത മാതൃക, ജീവിത ശൈലി അതായിരുന്നു. ദൈവമായിട്ടുള്ളതല്ലാത്ത മറ്റൊരു കാര്യത്തിനും ഒരുമ്പെട്ടില്ലായിരുന്നു. ദൈവപ്രീതിക്ക് വേണ്ടിയുള്ളത് മാത്രമല്ലാതെ ഒന്നുമില്ലായിരുന്നു. സ്വന്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല. ദൈവത്തോട് ചോദിക്കാതെ ആരായാതെ പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ച 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിന് അബ്രഹാം വളരെ വില കൊടുക്കേണ്ടി വന്നു. ഇനി അടുത്ത ജീവിതത്തിൽ ഇവിടെ പറയുന്ന അബ്രഹാത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടുത്ത പരീക്ഷണമായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെയും ദൈവം അവിടുന്ന് പരീക്ഷിക്കുകയായിരുന്നു. കാരണം അബ്രഹാത്തെ ഇതുവരെ തൻ്റെ ജനതയുടെ ദൈവജനത്തിൻ്റെ ആദിപിതാവ് എന്നുള്ള ആ സ്ഥാനം, ആചഞ്ചലമായ സ്ഥാനം, ആ പട്ടം കൊടുക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഇതുവരെയും അവിടുന്ന് ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. 35 വർഷം കൊണ്ട് ദൈവം ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് അവിടെ ഉറപ്പിക്കുകയാണ്. ഇനി അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് അന്തിമ തീരുമാനമാണ് നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവസാനമായിട്ടുള്ളൊരു ഫൈനൽ എക്സാം നമ്മൾ പറയുമല്ലോ, അത് തന്നെ ഇവിടെ ദൈവം ചെയ്യുകയാണ്. കടുത്തതായ പരീക്ഷണം ഇവിടെ അബ്രഹാത്തിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാം എന്ന് ദൈവം വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. അതാണ് അബ്രഹാത്തിനോട് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. മറ്റുള്ള ഒന്നിനെ ഇതുപോലെ സ്നേഹിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, അവിടുന്ന് മാനിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അബ്രഹാത്തിന് തനിക്ക് ദൈവം തന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ സന്താനത്തിൽ കൂടിയാണ് നിനക്ക് നിൻ്റെ സന്താന പരമ്പര അറിയപ്പെടുന്നത്. ആരെ? ഇസ്ഹാക്കിൽ കൂടി. 25 വർഷത്തിൽ കൂടുതലെടുത്തു ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തതിയെ തരും, നീ അനുഗ്രഹീതനാകും, ജനതകളുടെ പിതാവാകും എന്ന് നീ അറിയപ്പെടും, പിതാവ് എന്നറിയപ്പെടുമെന്ന്. പക്ഷേ ഇവിടുന്ന് ദൈവം കൊടുത്ത ആ സന്തതിയെ ഇപ്പോൾ പറയുന്നു, അവനിലൂടെയാണ് ഇനി ജനത അറിയപ്പെടേണ്ടുന്നത്. അനുഗ്രഹം ജനതകളുടെ മേൽ, തലമുറകളുടെ മേൽ ഉണ്ടാകേണ്ടുന്നത് ലോകാവസാനം വരെയും. എന്നിട്ട് പറയുന്നു,
ഈ മകനെ നീ ബലിയർപ്പിക്കണം. ഏറ്റവും പൊന്നോമനയായിട്ട് വളർത്തുകയാണ് ഇസ്ഹാക്കിനെ. അത് നോക്കണം ഏതൊരു പിതാവും. അപ്പോൾ ഇത് വളരെയധികം ക്ലേശമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് അബ്രാഹാം വേണ്ടെന്ന് വെച്ചില്ല, അത് നിറവേറ്റുന്നു. പക്ഷേ അതെങ്ങനെ വേണം? പൂർണ്ണ മനസ്സോടെ വേണം. അതാണ് ദൈവം നോക്കുന്നത്. അചഞ്ചലമായ ഒരു വിശ്വാസം, തീക്ഷ്ണമായ ഒരു പ്രത്യാശ, ഇത് ദൈവത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതായത് ദൈവം നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ, നന്മയ്ക്ക് വേണ്ടി ആയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതൊരു കാര്യത്തിനും ദൈവത്തിൻ്റെ മുൻപിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. അതാണ് കർത്താവിന് അറിയേണ്ടുന്നത്. അപ്പോൾ അത് അബ്രാഹാമിനുണ്ട്. പക്ഷേ അവിടെ കർത്താവ് പറയുന്നു, ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയായിട്ട് അർപ്പിക്കണം. മോറിയ ദേശത്തേക്ക് പോവുക. അവിടുന്ന് 3 ദിവസത്തെ യാത്ര. എന്തുകൊണ്ടാണ് ഈ 3 ദിവസത്തെ യാത്രയ്ക്ക് കർത്താവ് അത്രയും സമയം കൊടുത്ത്? 3 ദിവസത്തെ യാത്ര, എന്നിട്ട് മലമുകളിൽ കയറുക. അപ്പോൾ വലിയ ഉയർന്ന ഒരു മല. അപ്പോൾ അവിടുന്ന് ഈ 3 ദിവസം കൊണ്ട് അബ്രാഹത്തിന് വേണമെങ്കിൽ മാറാം. ഈ ഉടമ്പടിയിലുള്ള ഉടമ്പടി ദൈവം പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ അബ്രാഹത്തിന് മാറാം. അതാണ് ഈ ഇത്രയും ദീർഘമായ കാലയളവ് ദൈവം കൊടുത്തത്. മനസ്സില്ലെങ്കിൽ, പൂർണ്ണ മനസ്സില്ലെങ്കിൽ, അചഞ്ചലമായ വിശ്വാസവും തന്നിൽ പ്രത്യാശയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബ്രാഹാം മാറത്തില്ല. ഇല്ലെങ്കിൽ അല്പമെങ്കിലും അണുവിടെയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, മനസ്സ് ചാഞ്ചല്യമുണ്ടെങ്കിൽ മാറണം. അതാണ് ദൈവത്തിന് അറിയേണ്ടുന്നത്. എന്നിട്ട് വേണം ഈ ലോകോത്തര പദവി, സ്ഥാനം, ലോകാവസാനം വരെയും ഉള്ള ഈ സ്ഥാനം അണിയിക്കേണ്ടുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ ഈ 3 ദിവസം കൊണ്ടും അത് നടന്നില്ല എങ്കിൽ സംശയമില്ല, പിന്നെയും പോകുമ്പോൾ ഈ മലമുകളിലേക്ക് ഈ മകനെയും കൊണ്ട് പോകണം. യുവാവാണ് ഇസ്ഹാക്ക്. ആ യുവാവിനെയും കൊണ്ട് മലമുകളിൽ പോകണം ബലിയർപ്പിക്കുന്നതിന്. അപ്പോഴെങ്കിലും പറഞ്ഞ് മാറാം. അബ്രഹാം തന്നെ നുറുക്കണം. മൃഗത്തെ നുറുക്കുന്നത് പോലെ ഈ ഓമന മകനെയും നുറുക്കണം. സ്വന്തം കൈ കൊണ്ട് നുറുക്കി ദഹനബലി അർപ്പിക്കണം. അപ്പോൾ ഈ സമയത്തെങ്കിലും ഈ ബലി അർപ്പിക്കുന്നതിന് തൊട്ട് മുൻപെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. മാറാം ഏതൊരു മനുഷ്യനും. അതാണ് എൻ്റെ മനസ്സ്. ആ ദൈവത്തിനറിയാം. അബ്രാഹത്തെ അവിടെ കടുത്ത പരീക്ഷണം തന്നെ കൊടുക്കുകയാണ്, പരീക്ഷയിലോട്ട് കടത്തി വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം ഇവിടെ കാണുന്നതിന് അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വേലക്കാർ വിറകൊക്കെ കീറി എല്ലാം കെട്ടി വെച്ചു. 2 വേലക്കാർ, അവർ 2 പേരും വിറക് കീറിയെടുത്ത ആളുകളും ആയിരിക്കണം. അവരെയും കൊണ്ട്, വിശ്വസ്തരായ 2 വേലക്കാരെയും കൊണ്ട് ഇസ്ഹാക്കിനെയും കൂട്ടി കഴുതയും കൊണ്ട് പോയിരിക്കുകയാണ്. വേലക്കാർ വിറക് ചുമക്കുന്നു. കത്തിയും തീയും എല്ലാം ഉണ്ട്. പക്ഷേ ബലിക്കുള്ള കുഞ്ഞാടില്ല. അത് ബോധ്യമുണ്ട്. പക്ഷേ വേലക്കാരോടോ വീട്ടുകാരോടോ ആരോടും തന്നെ, അബ്രഹാമിനല്ലാതെ ദൈവത്തിനുമല്ലാതെ ആർക്കും ഈ ബലിയുടെ കാര്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അബ്രഹാം ആരോടും പറഞ്ഞതുമില്ല. അത് വളരെ രഹസ്യമായിട്ട്, ദൈവത്തിനും തനിക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിട്ട് അവിടുന്ന് അത് സൂക്ഷിച്ചു. അബ്രഹാം ഇവിടെ കാണുന്നത് 3 ദിവസം തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും നമ്മളും പ്രതിസന്ധികളിലാകുമ്പോൾ നമ്മൾ തല ഉയർത്തി എങ്ങോട്ടാണ് നോക്കണം? ദൈവത്തോട് നോക്കണം. തല ഉയർത്തി നോക്കണം. നമ്മൾ മ്ലാനവദനരായി താഴോട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നേരെ ഒരു ഋജുവായ രേഖയിലോട്ടായിരിക്കും നമ്മുടെ ഈ നോട്ടം, നമ്മുടെ ഹൃദയം.
ഇവിടെ ഭാരമില്ല, കഥന ഭാരമൊന്നുമില്ല. വേദനയുണ്ട്, അത് മനസ്സിൽ ദൈവത്തിനറിയാം. ഞാൻ വൃഥ ക്ലേശിച്ചിട്ട് കാര്യമില്ല. ആ ദൈവത്തിനറിയാവുന്നതാണ് എൻ്റെ ക്ലേശം, എൻ്റെ വേദന. പിന്നെന്തിന് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം? ഇവിടെ വേലക്കാരോ ആരോ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, വീട്ടുകാരും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അബ്രാഹാം അതൊന്നും വെളിയിലോട്ട് കാണിച്ചില്ല. ഹൃദയത്തിൻ്റെ അവസ്ഥകളെ എല്ലാം, ചലനങ്ങളെ എല്ലാം അറിയാവുന്നവനായ ദൈവത്തിന് മാത്രം അറിയാം. ദൈവവും അബ്രാഹവും മാത്രമായിട്ടുള്ള ഉടമ്പടിയാണ്, പരീക്ഷയാണത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ മുകളിലോട്ട്, നോക്കിയപ്പോൾ ആ മല കണ്ടു. നമ്മളങ്ങനെ മുകളിലോട്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ വേദനിക്കുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ദൈവത്തെ നോക്കണം. മുകളിലോട്ട് ദൈവത്തെ നമ്മൾ നോക്കി ദൈവം മറുപടി തരും. അവിടുന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അബ്രാഹാം വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പഴയ നിയമത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ ആരാധന എന്നുള്ള വാക്ക്. ഇവിടെ ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പിന്നെ കഴുതയെ കൊണ്ടുപോകുന്നില്ല, അവർ നടന്ന് കയറുകയാണ് മല. അപ്പോൾ ഈ ഇത്രയും ആയാസപ്പെട്ട് പോകുമ്പോഴൊക്കെ വേണം മാറാം ഏതൊരു മനുഷ്യനും. ഇവിടെ അബ്രാഹത്തിൻ്റെ മനസ്സ് മാറുന്നില്ല. അപ്പോൾ വാഗ്ദാന പ്രകാരമുള്ള സന്തതിക്കായിട്ട് 25-30 ദൈവത്തെ കണ്ടുമുട്ടുന്നിടം മുതൽ 10-30 വർഷം കൊണ്ട് ഇവിടെ കാത്തിരിക്കുകയാണ് അബ്രാഹാം. ആ സന്തതിയാണിത്. അപ്പോൾ ദൈവം തന്നെയാണ് ഇവനാണ് വാഗ്ദാനപുത്രൻ, ഇവനിലൂടെയാണ് നീയും പിതാവെന്നറിയപ്പെടുന്നത്, ലോക ജനതയുടെ പിതാവെന്നറിയപ്പെടുന്നത് എന്ന് കർത്താവ് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അബ്രാഹത്തിനെ ഇവിടെ കാണുന്ന അചഞ്ചലമായ വിശ്വാസം, കർത്താവ് നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ, നന്മ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കർത്താവിൽ അതിനെ തൻ്റെ വാഗ്ദാനത്തിന് ചാഞ്ചാട്ടം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നുള്ള ആ പൂർണ്ണമായ ബോധ്യം, ഇതുവരെയുള്ള അനുഭവം, അതാണ് അബ്രാഹത്തെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എപ്പോഴും നഷ്ടപ്പെടുന്നത് ഇതാണ്. ദൈവത്തെ നമ്മൾ ചില സമയത്ത് നമ്മൾ നഷ്ടപ്പെടുന്നു. ദൈവത്തോടുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഇല്ല എന്നുള്ളത് പലപ്പോഴും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെയൊക്കെ കാലമാണ്. ഓരോ ഉത്സവങ്ങൾ, ഓരോ സംസ്കാരത്തിലുള്ള ഉത്സവങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവജനതയുടെ സംസ്കാരം പ്രത്യേകമായിട്ടുണ്ട്. ആ സംസ്കാരം നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല, ഒരിക്കലും കളയാൻ പാടില്ല. ദൈവജനതയുടെ സംസ്കാരം ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. ഒരു മൂല്യ ച്യുതി നമ്മുടെ ഇടയിൽ, നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ, നമ്മുടെ യുവ വൈദികരുടെ ഇടയിൽ മിക്കവാറും 90% ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദികരാരാണ്? നമുക്ക് സമൂഹത്തെ നയിക്കേണ്ടുന്ന ആളാണ്. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാലെന്ന പോലെ ഞാൻ പറയുന്നതിന് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കുറുന്തോട്ടി എന്തിനുള്ളതാണ്? കുറുന്തോട്ടി വാദം മാറ്റാനുള്ളതാണ്. പക്ഷേ അതിന് വാദം പിടിച്ചാലോ ഒരു രക്ഷയുമില്ല, പിന്നെ ഒന്നുമില്ല. എല്ലാം വാദത്തിൽ തന്നെ, എല്ലാം കോച്ചി പിടിക്കും എല്ലാവർക്കും എല്ലാം. അതുതന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലും. നമ്മുടെ സംസ്കാരം ഉപേക്ഷിക്കുന്ന രീതിയിലാണ്. ഈ മോറിയാമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ഡിത മതം എന്താണെന്ന് പറഞ്ഞാൽ മോറിയാമല ജെറുസലേം മലയാണ്. ജെറുസലേമിന് അടുത്ത ഗോഗൽത്ത അല്ലെങ്കിൽ കാൽവരി, അതാണ് ഈ മോറിയാമലയിൽ ബലി നടത്തിയ കുന്ന്. അബ്രഹാം ബലി നടത്താനായിട്ട് ഉദ്ദേശിച്ച കുന്ന് ദൈവം കാണിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. യേശു ക്രിസ്തു അതുപോലെയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് ആ കാൽവരിയിലാണ്. ഈ മോറിയാമലയുടെ മലമടക്കുകളുള്ള കുന്നിലാണ്, അടുത്ത കുന്നിലാണ്. അപ്പോൾ അബ്രാഹാം ആ ഉറച്ച വിശ്വാസത്തോടുകൂടി, ഉറച്ച പ്രതീക്ഷയോടുകൂടി, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം തിന്മയായിട്ടൊന്നും ഭവിക്കുകയില്ല, നന്മയ്ക്ക് വേണ്ടിയായിട്ടുള്ളത് മാത്രമായിട്ട് നടത്തും. ഒരിക്കലും തനിക്ക് തന്നിരിക്കുന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറത്തില്ല. ഇവനാണ് വാഗ്ദത്ത സന്തതി, ഇവനിലൂടെയാണ്
ലോക ജനത അനുഗ്രഹിക്കപ്പെടുന്നത്, ഇനിയും നീ ജനതകളുടെ പിതാവെന്നറിയപ്പെടുന്നതെന്ന്. പിന്നെ അവരെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കുമോ? ഇല്ല. ആ ഉറച്ച പ്രതീക്ഷ ആണ് ഉള്ളത്. അതുകൊണ്ട് അബ്രാഹാം ഇവിടെ അത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ തലമുറയിൽ നമ്മളിന്ന് ഞാൻ പറഞ്ഞ ഇതുപോലുള്ള സംസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതിനുള്ള ഒരു മാർഗദർശനം നമ്മൾക്ക് തരികയാണ്. അപ്പോൾ നമ്മളത് അനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അബ്രാഹാം നമ്മുടെ പിതാവാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരിക്കലും പറ്റത്തില്ല. അത് വെറുതെ അധരം കൊണ്ട് വെറുതെ അങ്ങനെ നമ്മൾ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അബ്രാഹമാണ് നമ്മുടെ പിതാവെന്ന്? ഇന്നത്തെ തലമുറ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്രൈസ്തവ സംസ്കാരത്തിൽ, വിശ്വാസത്തിൽ, ആദർശത്തിൽ മായം ചേർക്കുമ്പോൾ പറയാൻ പറ്റുമോ? പറ്റുകയില്ല. അത് പക്ഷേ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം എല്ലാം തന്നെ തകിടം പറഞ്ഞ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ആകെപ്പാടെ ഒരു മാറ്റം. എനിക്കത് തന്നെ വളരെ അതിശയം, ഹൃദയവേദനയുണ്ട്. നമ്മുടെ വൈദികരുമൊക്കെ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ മായം ചേർക്കുന്നത്. അപ്പോൾ ഇസ്ഹാക്ക് യുവാവാണ്. ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും ഒക്കെ പരീക്ഷകളിലൊക്കെ അബ്രാഹാം 100% വിജയിച്ചു, സംശയമില്ലാതെ. അല്പം വേദനയും സംശയങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഹാഗാറിനെയും ഇസ്മായിലിനെയും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് ഉള്ള തീരുമാനത്തിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് വേദനിച്ചിരുന്നപ്പോൾ ദൈവം തന്നെ ഇടപെട്ടു അതിൻ്റെ തീരുമാനമുണ്ടാക്കി. നീ ഉപേക്ഷിക്കുക, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ്. അവർ രണ്ടുപേരുടെയും, അമ്മയുടെയും മകൻ്റെയും ഹാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും കാര്യം ദൈവം തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നത് ഈ ഒരു പ്രോട്ടോടൈപ്പാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശും മരണവും ആയിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പ് ആണ് ഇവിടെ ഇസാക്കിൻ്റെ ബലി. ഈ മോറിയ മല, യെരുസലേം കാൽവരി കുന്നിൻ്റെ ആ മല, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യേശുവിലൂടെ, ക്രിസ്തുവിലൂടെ അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് നമ്മൾ ഇന്നും ഒന്നാമത്തെ കാര്യം, ഇതിന് ആ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ പല അർത്ഥതലങ്ങളുണ്ട്. യേശു ക്രിസ്തുവുമായിട്ടും ഇവിടെ അബ്രഹാമിനും ഇസാക്കുമായിട്ടുള്ള ഈ ബലിയിൽ, അബ്രഹാമിൻ്റെ ഈ ബലിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അബ്രഹാമിന് പിന്മാറാമെന്നുകൊണ്ട് പക്ഷേ പിന്മാറിയിട്ടില്ല. പിന്മാറാൻ സാധ്യതയുണ്ടെന്നാണ് ദൈവം പരീക്ഷിക്കുകയായിരുന്നു. മറ്റു മനുഷ്യരെ പോലെ മർത്യനല്ലേ എന്നതിനാൽ അത് മാറിയിട്ടില്ല. ക്രിസ്തുവിനും അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഉണ്ടായതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായി. ബന്ധുക്കളുമൊക്കെ, ബന്ധു സഹോദരങ്ങൾ, അല്ല ക്രിസ്തുവിന് സ്വന്തം സഹോദരങ്ങളില്ല, ചില വിഘടിച്ച് നിൽക്കുന്ന ചില ഗ്രൂപ്പുകൾ, ചിലർ പറയുന്നുണ്ട് ക്രിസ്തുവിന് സഹോദരങ്ങളുണ്ടായിരുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ ബന്ധു സഹോദരങ്ങൾ, ബന്ധുത്വത്തിൽപ്പെട്ടവരെ നമ്മൾ സഹോദരങ്ങളെ നമ്മൾ പറയും. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ അല്ലെങ്കിൽ മാവൻ്റെ മക്കൾ ഈ സഹോദരങ്ങളാണ്, ചേട്ടനിയ മക്കളുടെ സഹോദരങ്ങളാണ്, അതുപോലെ അമ്മമാരുടെ അങ്ങനെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞവരുള്ള ബന്ധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ അവിടുന്ന് അവരുടെ എല്ലാം പ്രേരണ യേശുവിന് ഉണ്ടായിരുന്നു, എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതൊന്നും അവിടുന്ന് മാറിയിട്ടില്ല. അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന്. കാരണം കർത്താവ് പ്രാർത്ഥിച്ചത് എനിക്ക് കുരിശിൽ മരിക്കാൻ വയ്യ എന്നുള്ളതല്ല. ഈ മരിക്കുമ്പോൾ പൂർണ്ണ വേദനയോടുകൂടി ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്, അതുപോലെ പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള വേദന അനുഭവിക്കണം. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം, അതുവരെ ദൈവമായിരുന്ന യേശുവിന് ദൈവവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം, യേശുവിൻ്റെ ദൈവികത്വം നേരത്തേക്ക് മാറി നിന്നു കുരിശിൽ. അതുകൊണ്ടാണ് അവിടുന്ന് മാറിയില്ല.
പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പിന്മാറിയില്ല. ആ കുരിശിൽ കിടന്ന് ആ ബന്ധം വിച്ഛേദിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് ചോദിച്ചതല്ലാതെ ഇത് മാറിയില്ല. 1. 2, ഇസ്ഹാക്ക് വാഗ്ദാനപ്രകാരമുള്ള സന്തതിയായിരുന്നു. ഇവിടെ യേശുക്രിസ്തുവും വാഗ്ദാനപ്രകാരമുള്ള സന്തതിയാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. അവിടെ ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ വാഗ്ദാനപ്രകാരമുള്ള സന്തതി പ്രിയപുത്രനാണ്. ഇവിടെ യേശുക്രിസ്തു ആദ്യം മുതലേ ഏദൻ തോട്ടത്തിൽ വെച്ച് ഉള്ള ഉൽപ്പത്തിയിൽ ആദ്യ അധ്യായത്തിലെ പറയുന്ന വാഗ്ദത്ത സന്തതിയാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. അത് മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനാണ്, ക്രിസ്തുവാണ്, മിശിഹായാണ്. ഇവിടെ ഇസ്ഹാക്കും ഇനിയും വരുന്ന തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടുന്നത് ഇസ്ഹാക്കിലൂടെയാണ്. ഇവിടെ അങ്ങനെയുള്ള അവരുടെ ആ സാമ്യമാണ്. അപ്പം ഇന്ന് ഇവിടെ മൂന്നാമത് അതാണ് ഇസ്ഹാക്കിലൂടെയാണ് തലമുറകൾ അറിയപ്പെടേണ്ടുന്നത്. ഈ അബ്രാഹത്തിൻ്റെ സന്തതിയിൽ അബ്രാഹാം പിതാവാണെന്നുള്ളത്. ഇവിടെ യേശുക്രിസ്തുവിലൂടെയാണ് ഇന്ന് ക്രിസ്തീയ ജനത പിന്നീട് ഇങ്ങോട്ട് യേശുക്രിസ്തുവിൻ്റെ ബലിക്ക് ശേഷം അറിയപ്പെടുന്നത് ക്രിസ്തീയ ജനത, ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടേണ്ടുന്നത്. അത് പിൽക്കാലത്ത് ക്രിസ്ത്യാനികളെന്നുള്ള പദം സ്വീകരിക്കുമ്പോൾ തന്നെ ആ നാമധേയം മറ്റുള്ളവർ വിളിക്കുമ്പോൾ തന്നെ അറിയപ്പെടുന്നത് നമ്മൾ പറയാം. അതുകൊണ്ടാണെന്ന് തർക്കിക്കുന്നവരുണ്ട്. അന്ന് മുതൽ ക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷമുള്ളതല്ലെന്ന്. ആ വിശ്വാസമാണ് ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിതയാത്രയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കുരിശ് മരണം മുതൽ തന്നെ നമ്മൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ. അവിടെ പെന്തക്കോസ്താ മുതൽ തന്നെ നമ്മൾ ക്രിസ്ത്യാനികളാണ്. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പറയുന്നവർ വിഘടിച്ചു പോയ ചില ഗ്രൂപ്പുകളാണ്. ചില സഭക്കാരെന്നവർ പറയും. ഞാൻ ഗ്രൂപ്പുകളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവരാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് പുതിയ ജനത, അതായത് ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നത്. ഇന്നും അങ്ങനെയാണല്ലോ. ഈ അറബ് രാജ്യങ്ങളിൽ, ഇസ്ലാം രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികളെ അറിയപ്പെടുന്ന ക്രിസ്ത്യാനിസ് ഇപ്പോഴും പറയുന്നു. അവർ പക്ഷേ സാധാരണ രീതിയിൽ അവരറിയപ്പെടുന്ന മിശിഹാപക്ഷക്കാർ എന്നാണ്. മിശിഹാപക്ഷക്കാർ എന്നാണ്. അതായത് യേശുവാണ് മിശിഹ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മോറിയ മലയെ അടുത്തപ്പോൾ അവരെയും കൊണ്ട് വിറക് ചുമക്കാൻ ഇനി വന്ന് പോകാതെ അവരെയും കൂടെ കൊണ്ടുപോകാതിരുന്നത്? വിറകും തീയും ഒക്കെ ചുമക്കണം. ഈ ചുമന്നുകൊണ്ട് വിറക് ചുമന്നുകൊണ്ട് ഇസ്ഹാക്കിനെ കൊണ്ട് ആ മല കയറ്റിക്കണം. വളരെ ഉയരമുള്ള മലയാണ്. അപ്പോൾ അവിടെ കയറ്റണോ? അത് വേണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാര്യം? 4-മത്തെ കാര്യം സാദൃശ്യം. അതാണ് ഞാൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞത്. ഇസ്ഹാക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് ആ വിറക് തന്നെ ബലിയർപ്പിക്കാൻ, തനിക്ക് മരിക്കാനുള്ള, തന്നെ ദഹിപ്പിക്കാനുള്ള ആ വിറക്, ആ മരം കഷണങ്ങൾ ചുമന്നും കൊണ്ട് മലയുടെ മുകളിലേക്ക് കയറേണ്ടി വന്നു. ആ കുന്നൻ മുകളിലേക്ക് കയറി. യേശുക്രിസ്തു അതുപോലെയാണ്. തന്നെ വധിക്കാൻ, ക്രൂശിക്കാനുള്ള കുരിശും ചുമന്നുകൊണ്ട് തന്നെയാണ്, ആ തടിക്കുരിശും ചുമന്നുകൊണ്ട് തന്നെയാണ്, ആ വലിയ കുരിശും ഭാരവും ചുമന്നുകൊണ്ടാണ് കാൽവരിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടത്, ആനയിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്രിസ്തുവിൻ്റെ പ്രോട്ടോടൈപ്പാണ്, സാദൃശ്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും തങ്ങളുടെ മരണത്തിനുള്ള തടി മരം അവർ ചുമന്നു. അപ്പോൾ എന്തുകൊണ്ടത് ഇത് സംഭവിച്ചു? യുവാവായ ആരോഗ്യവാനായ ഇസ്ഹാക്ക് ഇതിനെ സമ്മതിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബലിസ്ഥലം ഇനി ഞാൻ പറഞ്ഞു വന്നത്, അവർ വേലക്കാരെ മാറ്റി നിർത്തി അവർ ഇനിയും വരണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ബലി അർപ്പിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്.
ആ വിശുദ്ധിയോട് ചേർന്നുള്ളവർ വേണം, വിശുദ്ധിയായിട്ടുള്ളവർ തന്നെ മതി ബലി അർപ്പണ സ്ഥലത്ത്, ആരാധന സ്ഥലത്ത് പോകേണ്ടുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന കാര്യങ്ങളും പറയേണ്ടുന്നത്. വിശുദ്ധമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ദൈവാലയത്തിൻ്റെ അങ്കണത്തിലായാലും ദൈവാലയത്തിലായാലും ആ മതിൽക്കെട്ടിനുള്ളിലായാലും നടക്കാൻ പാടില്ല. അത് നടന്നത് നമ്മൾ യേശുവിൻ്റെ കാലത്ത് കണ്ടു. ദൈവാലയ ശുദ്ധീകരണം ജെറുസലേം ദൈവാലയത്തിൻ്റെ ഇന്നും കൂടെ ആവർത്തിക്കപ്പെടുകയാണത്. പക്ഷേ ഇവിടെ ശുദ്ധീകരിക്കാൻ ആരുമില്ല. പറയുന്നവർ, ചൂണ്ടിക്കാണിക്കുന്നവർ കൊള്ളരുതാത്തവരാകും, അവർ വിവരമില്ലാത്തവരാകും. അതാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ബലിസ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകാഞ്ഞത്. ഇസ്ഹാക്കിനോട് രണ്ടാമത്തെ കാര്യം, ഇസ്ഹാക്കിനോട് വിശദമായി കാര്യങ്ങളൊക്കെ പറയണം. ഇതുവരെ അബ്രഹാമിനും ദൈവത്തിനും എല്ലാവർക്കും അറിഞ്ഞുകൂടാം. യുവാവായ ഇസ്ഹാക്കിന് അതിന് പൂർണ്ണ സമ്മതം വരണം, അല്ലെങ്കിൽ അവന് വേണേൽ കുതറി മാറാം. തന്നെയാണ് ബലി അർപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അവനെ ബന്ധിക്കണമെങ്കിൽ വൃദ്ധനായ ഇസ്ഹാക്കിന് അബ്രഹാമിന് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പോൾ അവൻ കുതറി മാറാം. അവനെ അതിന് ഒരുക്കണം. അല്ലാതെ ബലം പിടിച്ച് അവനെ പിടിച്ച് കെട്ടിയിട്ട് അവനെ അറുത്ത് കൊല്ലുക എന്നുള്ളതല്ല അബ്രഹാമിൻ്റെ ആ രീതി. ദൈവത്തിൻ്റെ രീതിയും അതല്ല. അതുകൊണ്ട് അവനോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് മറ്റുള്ളവരാരും അറിയാൻ പാടില്ല. താനും ദൈവവും ഇസഹാക്കും മാത്രം അറിയണം. അപ്പോൾ കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് നടക്കുമോ? വീട്ടിൽ അറിഞ്ഞിരുന്നെങ്കിൽ നടക്കുമോ? അപ്പോൾ അത് അവൻ്റെ ഇസ്ഹാക്കിൻ്റെ അമ്മ അറിഞ്ഞാൽ നടക്കുമോ? മറ്റുള്ളവർ കൂടെയുള്ള ജനതകൾ, കൂടെ താമസിക്കുന്നവർ അറിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്താൻ പറഞ്ഞത്. വിശുദ്ധമായ സ്ഥലത്തോട്ട് കർത്താവിന് ബലി അർപ്പിക്കുന്ന വിശുദ്ധ സ്ഥലമാണ്. അവിടെ മറ്റുള്ളതിനൊന്നും പ്രവേശനമില്ല. ഇന്ന് നമുക്ക് നഷ്ടബോധം വന്നിരിക്കുന്നത് ഇതിനെ പറ്റിയാണ്. നമുക്ക് മറ്റുള്ളതിനൊന്നും അവിടെ പ്രവേശനമില്ല എന്നുള്ളത് ആവർത്തിച്ച് 100 പ്രാവശ്യം പറഞ്ഞാൽ ഉള്ളവർക്ക് മനസ്സിലാകത്തില്ല. അത് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് അവിടെ കാണാം, അബ്രാഹാം തലയെ ഉയർത്തി, പ്രതിസന്ധി വന്നപ്പോൾ, ഒരു സംശയം വന്നപ്പോൾ തലയെ ഉയർത്തി നോക്കി, സ്ഥലം എവിടെയാണ്? 3 ദിവസമായി. അപ്പോൾ ദൈവം സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെയാണ് സ്ഥലമൊന്ന് കണ്ട് അങ്ങോട്ട് പോയാണ്. നമ്മുടെ പ്രതിസന്ധി സമയത്ത് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തന്നെ ഉന്നതങ്ങളിലേക്ക് തല ഉയർത്തി നോക്കുക. അപ്പോൾ ദൈവം അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് സാധിച്ചു തരും. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇസ്ഹാക്ക് ഇതിന് സമ്മതിച്ചത്, ഇസ്ഹാക്കിനെ എങ്ങനെ അബ്രാഹാം ഇത് ബോധിപ്പിച്ചു എന്നുള്ളത് നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക. അടുത്ത വീഡിയോയും എത്രയും വേഗം തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ കാണണം. കണ്ടിട്ട് വേണം അത് നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ ഈ അധ്യായം. അപ്പോൾ അതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കും ഇന്നത്തെ ജനതകൾക്കും വിശ്വാസികൾക്കും തന്നെ മാർഗദർശനമായിട്ടുള്ള ഒരു അധ്യായമാണിത്. ഇത് എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കണ്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അറിയാവുന്നവരെല്ലാം പറയുകയും നിങ്ങൾ ഇത് ധ്യാനിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രതിസന്ധികളും വേദനകളും മനസ്സിൻ്റെ സംശയങ്ങളും പല കാര്യങ്ങളെയും പറ്റിയുള്ള ഇതെല്ലാം ദൂരീകരിക്കപ്പെടും. നിങ്ങൾ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി നിങ്ങൾ അത് ദൈവത്തെ ധ്യാനിച്ചാണ് നമ്മളിത് കാണുന്നത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാറും. രോഗസൗഖ്യം ഇതിൽ തന്നെ ഉണ്ടാകും. രോഗത്താൽ വേദനിക്കുന്നവർ, ക്ലേശത്താൽ വേദനിക്കുന്നവർ, അവർക്കൊക്കെ ഇവിടെ അത് സന്തോഷമായിട്ട് മാറും, ആശ്വാസമായിട്ട് മാറും. മക്കളില്ലാത്തവർക്കും അതുപോലെ തന്നെ ഈ ഇവിടെ ഇസ്ഹാക്കിനെ തിരിച്ചു കിട്ടിയ ആ ഒരു
സംഭവമാണ് ഇവിടെ കാണുന്നത് എന്നേക്കുമായിട്ട്. നമ്മുടെ മക്കളായിട്ട് വഴിതെറ്റിപ്പോയിട്ടുള്ളവർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവർ ധാരാളം കുടുംബങ്ങളിലുണ്ട്. അങ്ങനെ ഉള്ളവർ അവരെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നതിനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ അത് പ്രാർത്ഥിക്കുക. രോഗസൗഖ്യത്തിനും എല്ലാത്തിനും തന്നെ ഇവിടെ മനക്ലേശത്തിനും എല്ലാത്തിനും പരിഹാരമാകും. ഡിപ്രഷനും എല്ലാം മാറിക്കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവനായിട്ട് ഈ ചാനൽ കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.